കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാവിലെ സമയത്ത് കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ അടുത്തു വരികയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അത്ഭുതകരമായി വഴി നടത്തട്ടെ. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മുടെ സഹായകനായിട്ടുണ്ട്. നിങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുക. ഇന്നലെയെല്ലാം വഴിപ്രസംഗവും വൈകിട്ട് മുറ്റത്ത് കൺവെൻഷനും ഒക്കെ ആയതുകൊണ്ട് സൗണ്ട് അത്ര ശരിയല്ല, ക്ലാരിറ്റി ഇല്ല. എങ്കിലും ഈ രാവിലെ നിങ്ങൾക്ക് നൽകുവാനുള്ള ദൈവിക സന്ദേശം കൈമാറ്റം ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. വേദനകളിൽ കൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ കഴിയാതെ വളരെ വീർപ്പുമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിൽ ഇയ്യോബിൻ്റെ ചരിത്രം വളരെ അത്ഭുതകരമായ വിടുതലിന് കാരണമായി തീരും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പാർട്ട് നമ്മൾ ചിന്തിച്ചത് ഇയ്യോബിൻ്റെ പ്രാണസ്നേഹിതരായി വന്ന് ഇയ്യോബിൻ്റെ അടുക്കൽ സംസാരിച്ച 3 സ്നേഹിതന്മാരെ കുറിച്ചാണ്. ആ 2 പാർട്ടും നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കേട്ടില്ലെങ്കിൽ അത് കേൾക്കുകയും തുടർന്ന് അത് ഷെയർ ചെയ്യുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ സ്നേഹിതനായ ഏലിഫസ്, ബിൽദാദ്, സോഫർ, ഇവർ 3 പേരാണ് ഇയ്യോബിന്റെ വേദനകളിൽ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അവൻ്റെ അടുക്കൽ അവർ ഒന്നിച്ച് വരുവാനിടയായി തീർന്നത്. അവർ 7 ദിവസം രാപ്പകൽ അവനോടുകൂടെ നിലത്ത് ഇരിക്കുവാനിടയായി. ഉറക്കെ കരഞ്ഞു. മാത്രമല്ല വസ്ത്രം കീറി, തലയിൽ പൂരിവാരി വിതറി. ദൈവത്തിനു സ്തോത്രം. ആരും ആരോടും മിണ്ടാതെ 7 ദിവസം നിലത്ത് കുത്തിയിരുന്നു. ആ ദുഃഖത്തിൻ്റെ കാഠിന്യത, ഇയ്യോബിനെ ബാധിച്ച ആ വലിയ വേദനയുടെ കാഠിന്യതയാണ് നമ്മളവിടെ കാണുന്നത്. തീർച്ചയായും നമുക്ക് ഇങ്ങനെയുള്ള വേദനകൾ വരുമ്പോൾ, മറ്റുള്ളവരുടെ വേദനകൾ വരുമ്പോൾ, ആ വേദന നമ്മളും കൂടെ ചേർന്ന് വഹിക്കുന്ന ഒരു അനുഭവം. അതെങ്ങനെയാണ് നമുക്ക് വഹിപ്പാൻ കഴിയുന്നത്? അവരുടെ അടുക്കൽ ചെന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരോടുകൂടെ സമയം ചെലവഴിച്ച് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്ത് അങ്ങനെ അവരുടെ വേദനകളിൽ നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. സ്തോത്രം. എന്നാൽ ഇവരെ ഈ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഏലിസബ് അവനോട് സംസാരിക്കുവാൻ തുടങ്ങുകയാണ്. ദൈവത്തിനു സ്തോത്രം. ഏലിഫസ് അവനോട് ഗൗരവമായി സംസാരിക്കുകയാണ്. സംസാരത്തിൻ്റെ വാക്കുകൾ അതികഠിനമേറിയതാണ്. ഇയ്യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞത് അവൻ നീതിമാനാണെന്നാണ് ദൈവം പറഞ്ഞത്. ദൈവമാണ് പറഞ്ഞത് നീതിമാനാണ്. പക്ഷെ കൂട്ടുകാർ പറയുന്നത് ഇത്രയും വലിയ ഒരു പ്രശ്നത്തിന് നടുവിൽ കൂടെ ഇയ്യോബ് കടന്നു പോകുമ്പോൾ ഇയ്യോബിന്റെ സ്നേഹിതരായ 3 പേരിൽ ഏലിഫസ് എന്ന് പറയുന്ന 3 പേര് സംസാരിക്കുന്നുണ്ട്. ഏലിഫസ് എന്ന് പറയുന്ന മനുഷ്യൻ അവനോട് സംസാരിക്കാൻ തയ്യാറാകുകയാണ്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്.
ഒരു സാത്താന്യ ആലോചന അവൻ പറയുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഇയ്യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞത് ഇയ്യോബ് നീതിമാനാണെന്നാണ്. ദൈവം പറഞ്ഞത് ഒരു വശത്ത് നിൽക്കുകയാണ്. ഏതാ? ദൈവം ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഒരു വശത്ത് തെളിവായി വ്യക്തമായി ഒരു വശത്ത് നിൽക്കുമ്പോൾ, സ്നേഹിതരായി വന്ന് 7 ദിവസം രാപ്പകല് നിലത്ത് കുത്തിയിരുന്ന് ഇയ്യോബിന്റെ വേദനയിൽ പങ്കാളിത്തം വഹിച്ച് ഇയ്യോബിനോട് ചേർന്നിരുന്ന് 7 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഉദ്ദേശിച്ചത് 7 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയൊക്കെ ആയിരിക്കാം അവരങ്ങനെ എന്ത് ചെയ്തത്. 7 ദിവസം കഴിഞ്ഞിട്ട് ഇവർ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു മാറ്റവും എന്ത് ചെയ്യുന്നില്ല. മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇയ്യോബ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. കാരണം വന്നവന്റെ ഹൃദയം അറിയുന്ന ഒരു ദൈവമുണ്ട്, വന്നവന്റെ ഉദ്ദേശം അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്നേഹിതരെന്ന് നടിച്ച് നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവന്റെ ഉദ്ദേശവും അവന്റെ നടപടികളും അവന്റെ റൂട്ടുകളും ഒക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നിന്നോട് ഒട്ടിപ്പറ്റി നിൽക്കുന്ന, നിന്നോട് ചേർന്ന് നിൽക്കുന്ന, നിന്നെ ഒഴിവാക്കാതെ നിന്നെ കൂട്ടത്തിൽ കൂട്ടുന്ന ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചോണം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, എടാ, അമിതമായി ആരെയും എന്ത് ചെയ്യരുത്, വിശ്വസിക്കരുത്. വിശ്വസിക്കാൻ കൊള്ളാവുന്നത് കർത്താവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവ പാഠങ്ങളാണ് ഇത് പറയുവാൻ നമ്മളെ പ്രാപ്തനാക്കുന്നത്. അതുകൊണ്ട് 7 ദിവസം ഇയ്യോബിന്റെ സ്നേഹിതന്മാർ ആത്മാർത്ഥമായി കരഞ്ഞു. കരഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ദുഃഖത്തിൻ്റെ ആഴം, പ്രാർത്ഥനയുടെ ബന്ധം. അവർ ഉറക്കെ കരഞ്ഞു. അവർ വസ്ത്രം കീറി ദുഃഖത്തിൻ്റെ പ്രകടനം അവിടെ വെളിപ്പെടുത്തി. പൂഴിവാരി എറിഞ്ഞു തലയിൽ. ദൈവത്തിനു സ്തോത്രം. ഇതെല്ലാം കണ്ടപ്പോൾ ഇയ്യോബ് ധരിച്ചു, എൻ്റെ സ്നേഹിതന്മാരും എന്നോടൊപ്പം ഉണ്ടല്ലോ. സ്തോത്രം. പക്ഷെ 7 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ രീതി മാറി കേട്ടോ. എലീഫസ് പറയുകയാണ്, ഞാൻ ഒരു ഗൂഢവചനം എൻ്റെ അടുക്കലെത്തി. ഹല്ലേലൂയ. 4:12 എൻ്റെ അടുക്കൽ ഒരു ഗൂഢവചനം എത്തി, അതിൻ്റെ മന്ദസ്വരം എൻ്റെ ചെവിയിൽ കടന്നു. ഗൂഢവചനം എന്ന് പറഞ്ഞാൽ മറയപ്പെട്ടിരിക്കുന്നത് എനിക്ക് വെളിവായി വന്നു. എന്താ വെളിവായി വന്നത്? തനിക്കുണ്ടായ ഈ ഗൂഢവചനം തൻ്റെ ഗാഠനിദ്രയിലാണ് എന്നവൻ പറയുന്നു. മാത്രമല്ല, അവൻ അത് രോമാഞ്ചമുണ്ടാക്കിയ ഒരു ദർശനമാണ്. മറ്റുള്ളവരെ വിമർശിക്കുന്നതിനുള്ള മാനദണ്ഡമായി എലീഫസ് സ്വീകരിച്ചത് ദൈവത്തിനു സ്തോത്രം, രോമാഞ്ചം കൊള്ളുന്ന ഒരു ഗൂഢ വചനം. ഹല്ലേലൂയ. ആരെക്കുറിച്ച്? തൻ്റെ സ്നേഹിതനായ ഇയ്യോബിനെ കുറിച്ച്. ആമേൻ. തനിക്ക് ഒരു ഗാഠനിദ്രയിൽ ലഭിക്കപ്പെട്ട ആ ഗൂഢവചനം രോമാഞ്ചം കൊള്ളുന്നതായിരുന്നു. സ്തോത്രം. നിങ്ങൾ ആ 4-ാം അധ്യായം 12 മുതൽ ഒന്ന് വായിച്ചു നോക്കണം. എന്നാലേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. സ്തോത്രം. 4:17 എലീഫസിന്റെ ചോദ്യം പ്രസക്തമാണ്. ഇയ്യോബ് ഒരിക്കലും ദൈവത്തെക്കാൾ നീതിമാനാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഇയ്യോബ് ദൈവത്തെക്കാൾ നീതിമാനാണെന്ന് ഒരിക്കലും അവകാശപ്പെട്ടില്ല. ദൈവത്തിനു സ്തോത്രം. അവിടെ ചോദിക്കുന്നത് കേട്ടെ, മർത്യൻ ദൈവത്തിൽ നീതിമാനാകുമോ?
നരൻ ശ്രേഷ്ഠാവിലും നിർമ്മലനാകുമോ? ഹല്ലേലൂയ. 15-ാമത്തെ വാക്യം പറയാം, ഒരാത്മാവ് എൻ്റെ മുഖത്തിന് നേരെ കടന്നു വന്നു, എൻ്റെ ദേഹത്തിന് രോമഹർഷം ഭവിച്ചു. ഒരു ഗാഢനിദ്രയിൽ തൻ്റെ സ്വപ്നത്തിൻ്റെ പ്രത്യേകത, ഒരു ആത്മാവ് തൻ്റെ നേരെ വന്നു. ഏതാ? ദൈവം പറഞ്ഞതാണ് ഇയ്യോബ് നീതിമാനാണ്. പിന്നെ ഇയ്യോബ് നീതിമാനല്ലെന്ന് പറയാൻ വേണ്ടി ഒരാത്മാവ് എവിടുന്നാ വന്നത്? നമ്മളതാ ചിന്തിക്കേണ്ടത്. ഇതാണ് സാത്താന്യ ഗൂഢവചനമാണ് എന്ന് നമ്മൾ പറയാനുള്ള പ്രധാന കാരണം. നിങ്ങൾ ഈ സന്ദേശം കേൾക്കാതെ പോകരുത്. ദൈവം പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ട് എലീഫസ് പറയാണ്, ഒരു ആത്മാവ് എന്ത് ചെയ്തു? എൻ്റെ മുഖത്തിനു നേരെ കടന്നു വന്നു. ആ ആത്മാവാണ് ഈ ഗൂഢവചനം എന്ത് ചെയ്തത്? വെളിപ്പെടുത്തി കൊടുത്തത്. ഇയ്യോബ് നീതിമാനല്ല എന്ന് ബോധ്യമാക്കി കൊടുത്തത്. സ്തോത്രം. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ ഒരിക്കലും ഒരു ലോകത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ലോകപ്രകാരം ജീവിക്കുന്ന കൂട്ടുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇയ്യോബ് നീതിമാനായതുകൊണ്ട് ആ നിലവാരത്തിൽ തന്നെയുള്ള സ്നേഹിതരായിരിക്കാം. അങ്ങനെയാണല്ലോ നമ്മളെല്ലാം കാണുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ കലൂടിയന്മാരോട് വർത്തമാനം പറയുമെങ്കിലും അവരെൻ്റെ സ്നേഹിതരല്ല. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യോബിനെ സ്നേഹിതന്മാർ യോബിനെ പോലെ തന്നെ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ്. ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ, ദൈവം അംഗീകരിച്ച ഒരുവനെ അല്ലെങ്കിൽ ദൈവം നീതിമാനെന്ന് പ്രഖ്യാപിച്ച ഒരുവനെ, ആമേൻ, അവൻ നീതിമാനല്ലെന്നും ദൈവത്തിനു സ്തോത്രം, ഒരാത്മാവ് എൻ്റെ അടുക്കൽ വന്ന് ആമേൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞെന്നും പറഞ്ഞാൽ അതിന് എത്രമാത്രം പ്രസക്തിയുണ്ട്. ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി ഒരാത്മാവ് സംസാരിക്കുക. ആരിൽ കൂടെ? ആമേൻ, ദൈവഭക്തന്മാരായ ആമേൻ ഇയ്യോബിന്റെ സ്നേഹിതന്മാരായ ആ ഏറ്റവും അടുത്ത സ്നേഹിതൻ എലീഫസിൽ കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ എലീഫസ് പറയുമ്പം തീർച്ചയായും അത് ദൈവം പറയുന്ന കാര്യമായിട്ട് അംഗീകരിച്ചു പോകും. എന്നാൽ ഇന്ന് രാവിലെ സമയത്ത് ഞാൻ പറയാം, നീ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്ന സ്നേഹിതന്മാരിൽ കൂടെ പോലും നിന്നെ ആക്രമിക്കുവാനുള്ള, നിന്റെ ആത്മതലത്തെ കെടുത്തിക്കളയുവാനുള്ള, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയാനുള്ള പദ്ധതി പിശാച് ഗൂഢവചനം നൽകി അവരെ വശീകരിച്ച് അവരിൽ കൂടെയുള്ള ദുരാലോചനകൾ പറയുമ്പോൾ നീ പതറിപ്പോകരുത് എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. പത്രോസിനൊരു വലിയ വെളിപ്പാടുണ്ടായി. ആ വെളിപ്പാട് എന്നെ ആരെന്ന് പറയുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ടുള്ള വെളിപ്പാടാണ്. കർത്താവായ യേശു ക്രിസ്തു ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആമേൻ പറയുന്നത്? അപ്പം പറഞ്ഞു, ചിലർ പറയുന്നത് ഏലിയാവെന്ന് പറയുന്നു, ചിലർ യെരമ്യാവെന്ന് പറയുന്നു. അങ്ങനെ പലരുടെയും പേരുകളൊക്കെ പറഞ്ഞു. ദൈവത്തിനു സ്തോത്രം. പക്ഷെ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ പത്രോസ് ചാടി പറഞ്ഞു, ആമേൻ, നീ ദൈവത്തിൻ്റെ പുത്രനാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു അതിന് മറുപടി പറഞ്ഞത്, ഈ ഒരു വെളിപ്പാട് നിനക്ക് കിട്ടിയത് ഹല്ലേലൂയ ദൈവം നിനക്ക് തന്ന വെളിപ്പാടാണ്. കറക്റ്റ് വെളിപ്പാടായിരുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസിന്റെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്തു. തുടർന്ന് യേശുവിനെ പത്രോസ് മാറ്റി കൊണ്ടുപോയി ഒരു കാര്യം പറയുകയാണ്. യേശു ക്രൂശുമരണത്തെക്കുറിച്ച് പങ്കുവച്ചപ്പോൾ പത്രോസ് മാറ്റിക്കൊണ്ടുപോയിട്ട് ഒരു കാര്യം, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്തോത്രം. കൊണ്ട് യേശു പറഞ്ഞത് എന്താണെന്നറിയോ? ആമേൻ, സാത്താന് എന്നെ വിട്ടു പോ എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പത്രോസിൽ ഈ ദുരാലോചന ഇട്ടുകൊടുത്തത്, സ്തോത്രം, സാത്താനിയ ചിന്തയാണ്. വിശ്വാസികളുടെ
ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഭരിക്കാം. ഒരുവനെ പഴിക്കാൻ, ഒരുവനെ അവഹേളിക്കാൻ പിശാച് ഇങ്ങനെയുള്ള ചിന്തകൾ ഇട്ടുകൊടുത്തിട്ട് അവരെ പഴിക്കാനും അവർ ശരിയല്ലെന്ന് പറയാനും അവരെ മോശക്കാരാന്ന് പ്രഖ്യാപനം നടത്താനും ഒക്കെയുള്ള കാര്യങ്ങൾ പിശാച് ചെയ്തേക്കാം. പക്ഷേ നീ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഈ ഗൂഢവചനം, ഈ ഗൂഢദർശനം, അല്ലെങ്കിൽ ഈ ആത്മാവ്, നിന്റെ രോമങ്ങൾ എഴുന്നേൽപ്പിച്ച, രോമാഞ്ചം കൊള്ളിച്ച ഈ ആത്മാവിന്റെ ഗൂഢവചനം ഇത് എവിടെ നിന്ന് വന്നു? ഇയ്യോബിനെ കുറിച്ച് ദൈവം എന്താണ് പറയുന്നത്? ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് വിരോധമായ കാര്യമാണെങ്കിൽ അത് സാത്താന്യ മേഖലയിൽ നിന്ന്, അല്ലെങ്കിൽ അവന്റെ ഗൂഢമായ ആലോചനയാണെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? ഇത് മനസ്സിലാക്കണം. ഞാൻ വാക്കുകൾ ഇവിടെ പര്യവസാനിപ്പിക്കുക. നിനക്കെതിരെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ എഴുന്നേറ്റിട്ടുണ്ട്. എനിക്കെതിരെ എഴുന്നേറ്റിട്ടുണ്ട്. ഞാനൊരു സഭാ ശുശ്രൂഷകനായതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. 100 പേര് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഒരുവൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 100 പേരുടെയും അഭിപ്രായങ്ങൾ പല രീതിയിലായിരിക്കാം. സഭയ്ക്കകത്ത് തന്നെ എതിരാളികളും ശത്രുക്കളും എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ കുറ്റങ്ങളെ, അവരുടെ കുറവുകളെ, അവരുടെ ബലഹീനതകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആർക്കായി ഇഷ്ടപ്പെടാത്തത്? സ്തോത്രം. അതുകൊണ്ട് സഭ വിട്ടുപോകുന്നവർ ഒരിക്കലും അവരുടെ കുഴപ്പം കൊണ്ടാണെന്നോ അവരുടെ അപാകത കൊണ്ടാണെന്നോ അവരാരും സമ്മതിക്കുകയില്ല. അവസാനം എന്താ നിങ്ങൾ അതവിടെ ശരിയല്ലായിരുന്നേ, അവിടെ അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒത്തിരി കാര്യമുണ്ടെന്നേ, അവിടെ മുഴുവൻ മോശപ്പെട്ടതായ ആളുകളാണ് വരുന്നത്, നിസ്സാരക്കാരായ ആളുകളാണ് വരുന്നത്, മണ്ടന്മാരാണ് വരുന്നത്. അവിടെ ഒന്നും കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ഒന്നും എന്നെ കിട്ടത്തില്ല. പ്രിയപ്പെട്ടവർ, നമ്മളെ ആക്ഷേപിക്കുന്ന, അവഹേളിക്കുന്നവർ പുറത്തുള്ളവരല്ല, അകത്തുള്ളവരാണ്, നമ്മുടെ വീടിനകത്തുള്ളവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളോട് ഞാൻ കൈകൂപ്പി ഒരു കാര്യം പറയാം. ദൈവം നീതിമാനെന്ന് പറഞ്ഞവരെ നീ കുറ്റം വിധിക്കുവാൻ നിനക്ക് ലഭിക്കപ്പെടുന്ന ഗൂഢ വചനങ്ങളും ആത്മാവിന്റെ പ്രത്യേക പ്രേരണകളും ഏതാ? ദൈവാത്മാവല്ല, ഏതോ ഒരാത്മാവിന്റെ പ്രത്യേക പ്രേരണയും ഒക്കെ അപകടത്തിൽപ്പെടുത്തുന്നതാണ്. ദൈവം ഇയ്യോബിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക. ആ വചനത്തിന് വിരുദ്ധമായി നീ സംസാരിക്കരുത്. ആ വചനത്തിന്, യഹോവയായ ദൈവം പറഞ്ഞ വചനത്തിന് വിരുദ്ധമായി സംസാരിക്കരുത്. ലോത്ത് നീതിമാനായിരുന്നു. അബ്രഹാം ലോത്തിനെ കുറിച്ച് ഒരു മോശവും പറഞ്ഞില്ല. സ്തോത്രം. നീതിമാനായിരുന്നു. കൂടാരമടിച്ചവൻ എന്ത് ചെയ്തു? ആ സോദോമിൽ ചെന്ന് പാർത്തു, അവിടുത്തെ പ്രധാനിയായി മാറി എന്നൊക്കെയുള്ളത് ശരിയാണെങ്കിലും വലഞ്ഞുപോയ നീതിമാനായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സന്ദേശം ഇതാണ്. നമുക്ക് ദൈവവചനം എന്താണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ദൈവം ഉദ്ദേശിക്കുന്ന ആ നിലവാരത്തിലേക്ക് നമ്മൾ മറ്റുള്ളവരെയും കൂടെ ചേർത്ത് നിർത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വാക്കുകളെ അവസാനിപ്പിക്കുന്നു. പാർട്ട് 3 ഇന്ന് സംസാരിച്ചത്. നാളെ നമുക്ക് 4 കേൾക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുന്ന് ലഭിക്കപ്പെട്ട ഈ സന്ദേശത്തിനായി സ്തോത്രം. 100 മടങ്ങായി തന്റെ മക്കൾക്ക് അനുഗ്രഹമായി തീരണമേ കർത്താവേ. ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തെ കർത്താവ് സ്പർശിക്കണം, ബലപ്പെടുത്തണം, ദൈവകൃപ കൊണ്ട് മറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.